ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ശിവാനി മാഡം. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. മാഡം എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുന്ന വിവരം ജോർജ് സാർ പറഞ്ഞായിരുന്നു. ഞാൻ മാഡത്തിന്റെ ക്യാബിനിലേക്ക് വന്ന് കൺഗ്രാറ്റ്സ് പറയാനിരിക്കായിരുന്നു. അപ്പോഴാണ് മാഡം ഇങ്ങോട്ട് വന്നത്. അല്ല, ഈ ലോഡ് എന്താ വന്നിരിക്കുന്നത്? നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആണ് മാഡം. ഓ, അപ്പൊ ഇതാരാ? പുള്ളിയാണ് നമുക്ക് സ്ഥിരമായിട്ട് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത്. എന്റെ പേര് മുകേഷ് മേനോൻ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈശ്വരമംഗലം ഗ്രൂപ്പിന് എല്ലാ മെറ്റീരിയൽസും ഞാനാണ് സപ്ലൈ ചെയ്യുന്നത്. മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെച്ച് നോക്കിയാൽ റീസണബിൾ പ്രൈസിലാണ് മുകേഷ് സാർ നമുക്ക് സാധനങ്ങൾ തരുന്നത്. മന്ത്ലി ഒരു 25 ടൺ ടൈൽസ് എങ്കിലും വരുന്നുണ്ട് മാഡം. അങ്ങനെയാണെങ്കിൽ എല്ലാ മെറ്റീരിയൽസിനും കൂടി ഒരു വലിയ എമൗണ്ട് ആയിരിക്കുമല്ലോ ഈ മേനോൻ കൊണ്ടുപോകുന്നത്. ജോർജെ, ഒരു കാര്യം ചെയ്, രജിസ്റ്റർ ഇങ്ങ് തന്നേക്ക്. എന്നിട്ട് ഓഫീസിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. അയ്യോ മാഡം, ഇതൊന്നും മേഡം നോക്കേണ്ട ജോലിയല്ല, ഞാൻ ചെയ്തോളാം മാഡം. അതൊന്നും കാര്യമാക്കണ്ട, പറയുന്നത് കേട്ടാ മതി. ആ രജിസ്റ്റർ ഇങ്ങ് തന്നെ. ശരി മാഡം, ഓക്കെ. അതെ മിസ്റ്റർ മേനോൻ, ഇനി മുതൽ നിങ്ങൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണമെന്നില്ല. ഇതോടെ നിർത്തിക്കോ. പേയ്മെന്റ്സ് എന്തെങ്കിലും ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സെറ്റിൽ ചെയ്തോ. ഇതെന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണമൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആര് മെറ്റീരിയൽസ് ഇറക്കണമെന്നും ആർക്ക് ഓർഡർ കൊടുക്കണമെന്നും ഇനി മുതൽ ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാനാണിപ്പോ ഇവിടുത്തെ സൈനിങ് അതോറിറ്റി. മാഡം, ഞാൻ ഈ കമ്പനിയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഇടപാടാണ്. ഞാൻ രാജസ്ഥാനിലേക്ക് ഉൾപ്പെടെ 10 കണക്കിന് മെറ്റീരിയൽസിന് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഷോർട്ട് ടൈമിൽ സപ്ലൈ നിർത്താൻ പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും മാഡം. പ്ലീസ് മാഡം, കുറച്ച് നാളത്തേക്ക് കൂടിയെങ്കിലും എൻ്റെ മെറ്റീരിയൽസ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ എനിക്കതൊരു വലിയ ബാധ്യതയാവും. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്കേ നിങ്ങൾ ഈശ്വരമംഗലം ഗ്രൂപ്പിൽ ഇറക്കുന്ന മെറ്റീരിയൽസിന്റെ ടോട്ടൽ എമൗണ്ടിന്റെ ഒരു 10% കമ്മീഷൻ എനിക്ക് തരണം. കമ്മീഷനോ? എന്തേ, കമ്മീഷൻ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ലേ? അതല്ല മേഡം, പ്രണവ് സാറിന്റെ വൈഫല്ലേ? ഇത് നിങ്ങളുടെ സ്വന്തം കമ്പനിയല്ലേ? സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ കമ്മീഷൻ അടിക്കാന്ന് പറഞ്ഞാൽ കമ്മീഷൻ തരാൻ പറ്റുമെങ്കിൽ മാത്രം ഇനി നിങ്ങൾ മെറ്റീരിയൽസ് ഇറക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം, കമ്പനി ഓർഡർ തരുന്നതിന്റെ 90% മെറ്റീരിയൽസ് മാത്രം ഇറക്കിയാൽ മതി. പക്ഷെ ബില്ല് തരുമ്പോൾ മുഴുവൻ മെറ്റീരിയൽസിന്റെയും ബില്ല് തരണം. ബാക്കി 10% മെറ്റീരിയൽസിന്റെ എമൗണ്ട് ഞാൻ തരുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മനസ്സിലായോ? മാഡം, ഈശ്വരമംഗലം ഗ്രൂപ്പിനോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുക പറഞ്ഞാ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്നേ. നിങ്ങളുടെ മെറ്റീരിയൽസിന്റെ സപ്ലൈയും ഇതോടെ നിർത്തിക്കും. അങ്ങനെ പറയില്ല മാഡം. അപ്പൊ എല്ലാം പറഞ്ഞ കണക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഓഫീസിൽ വന്ന് സെറ്റിൽ ചെയ്തോണം. മേലിൽ ഈശ്വരമംഗലം ഗ്രൂപ്പിന് നിങ്ങളുടെ മെറ്റീരിയൽസ് വേണ്ട, കേട്ടല്ലോ? മാഡം, അതെ, ഞാൻ ഓക്കെയാണ്. കമ്മീഷൻ അത് എത്രയാണ്, എപ്പോ വേണമെന്നൊക്കെ മാഡം പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. വെരി ഗുഡ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനിയുടെ അടിവാരം തൊണ്ടെന്ന് നോക്കുവാണല്ലോ. ഇതിപ്പോ ആരോടൊന്ന് പറയുന്നത്? അപ്പോ കണക്കൊന്നും നോക്കണ്ട, വേഗം എല്ലാം അൺലോഡ് ചെയ്ത് വയ്ക്കാൻ നോക്ക്. ഓക്കെ? ശരി മാഡം.